കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. 70-ലധികം വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോളേജിന് മുന്നിൽ രക്ഷിതാക്കളെത്തി അവിടെ പ്രതിഷേധം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അമൽ സുരേന്ദ്രൻ അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. കൊച്ചിയിൽ NCC ക്യാമ്പിലാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്നുള്ള പ്രശ്നമാണ് എന്നുള്ള കാര്യം നേരത്തെ അവിടെ എത്തിയ രക്ഷിതാക്കളും പറഞ്ഞു. ഇന്ന് ഒരു 7 മണി ആ ഒരു ടൈം വരെ നല്ല വോമിറ്റിംഗ് ആയിരുന്നു. അപ്പം എൻ്റെ കൂടുതലുണ്ടായിരുന്നവരെ ഹോസ്പിറ്റലിൽ പോകാൻ കുറേ നേരം 3 പ്രാവശ്യം അവന്മാർ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നു. അവന്മാരെ കണ്ടീഷൻ വളരെയധികം ബാഡായിരുന്നു. എന്നിട്ടും അവർ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടില്ല. ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടാണ്ട് ഇവിടെ തന്നെ MA റൂമിലേക്ക് ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കിച്ചു. പക്ഷേ എന്നിട്ട് ലാസ്റ്റാണ് അവന്മാർക്ക് ഒട്ടും പറ്റാണ്ട് വന്നപ്പോഴാണ് അവന്മാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് തന്നെ. നിങ്ങളോട് ഈ വിവരം പുറത്ത് പറയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? പുറത്ത് പറയത് ഞങ്ങൾ ഫോണില്ലല്ലോ, ഞങ്ങൾക്ക് പുറത്ത് പറയാൻ ഒരു ഓപ്ഷനും ഇല്ല. ഞങ്ങളുടെ ഫോൺ മേടിച്ച് വെച്ചേക്കുമായിരുന്നു. ഫോൺ ക്യാമ്പ് തുടങ്ങിയ ദിവസം കൊടുത്താ മേടിച്ച് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുറത്ത് പറയാൻ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഭക്ഷണത്തിൻ്റെ ഒക്കെ നിലവാരം എങ്ങനെയാണ്? ഭക്ഷണത്തിൻ്റെ നിലവാരം നമുക്ക് കഴിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷേ വെള്ളത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ കുറച്ച് ശോകമാണ്. നമ്മൾ ആ മേളത്തെ കുളിക്കണ വെള്ളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ഈ കുളത്തിൽ നിന്ന് അടിക്കണ വെള്ളമാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഭക്ഷണം പരാതി കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ആ സമയത്തൊന്നും വേറെ കുളിക്കുന്ന വെള്ളമായതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പരാതി അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം വലിയ പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. എന്താണ് അവർ പറയുന്നത്? പുതിയ വിവരങ്ങൾ എന്താണ്? അത് ഇങ്ങനെ ഛർദിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർക്ക് തളർന്നു പോണ്. കാരണം വെള്ളമൊന്നും കുടിക്കാത്തോണ്ടാന്ന് തോന്നുന്നു പിള്ളേര്. പിന്നെ വെയിലത്തൊക്കെ ഉള്ള ഡ്രില്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ തലയിറങ്ങി വീണത്. ഭക്ഷണത്തിൽ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല? ഭക്ഷണത്തിന് കാരണം ഇന്നലത്തെ ചിക്കൻ ഉണ്ടായി. ചിക്കൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതെന്ത് പറയണ്ടേ, വേറെ പ്രശ്നമൊന്നുമില്ല. ചിക്കൻ പ്രശ്നം ഉണ്ടായെന്ന് പറയാണ് പിള്ളേര്. ഇതൊക്കെയാണ് കൊടുത്തോണ്ടിരുന്ന ഞാൻ കുഴപ്പം. ചിക്കൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് വെന്തട്ടുണ്ടായില്ല, അതാണ് കുറച്ച് ശോകം ഉണ്ടായത്. ചില ആൾക്കാർക്ക് പിടിച്ചു, ചില ആൾക്കാർക്ക് കുഴപ്പമുണ്ടായില്ല, ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല. ചില ആൾക്കാർക്കാണ് പ്രശ്നം ഉണ്ടായത്. ചില പിള്ളേർക്കൊക്കെ പണി കിട്ടിയെന്ന് പറയണം. നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. ഞാൻ എവിടെ പോയി തപ്പി നോക്കും? ഇവിടെ ആരോട് ചോദിച്ചാൽ ഇവിടെ ഇല്ല, കുടിക്കാൻ വെള്ളം കൂടെ പിള്ളേർക്ക് കൊടുക്കുന്നില്ല. പിന്നെ അവിടെ NCC ഇവിടെ നടത്തുന്നപ്പോ NCC എന്തിനാ നടത്തുന്നത്? ഒരു കുന്തമില്ല അവിടെ. ഇല്ലില്ല, എന്റെ അനിയനാണ് ഇവിടെ ഉള്ളത്. അവനെ പറ്റി ഞാൻ എന്ത് ചെയ്യും? എന്റെ അനിയനാണ് ഇവിടെ ഇരിക്കണം. ഞാൻ എന്ത് ചെയ്യും? നോക്കിക്കോടന്ന്. ഇത് ഏത് ഹോസ്പിറ്റലാന്ന് അവര് പറയണില്ല. ഹോസ്പിറ്റലാന്ന് പറയണ്ടേ, ഏത് ഹോസ്പിറ്റലാന്ന് അറിയില്ല. ഹോസ്പിറ്റലാ പറയണ അവര് അത് പറഞ്ഞിട്ടില്ലേ ഇവര്? മറ്റേ ഫുഡ് ഇൻഫെക്ഷൻ ആന്ന് പറഞ്ഞ കൊച്ചിയിൽ NCC ക്യാമ്പിലാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. കാക്കനാട് KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. 70-ലധികം വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കോളേജിലേക്ക് ഈ വിവരം അറിഞ്ഞ് രക്ഷിതാക്കൾ എത്തുന്നുണ്ട്. പക്ഷേ കുട്ടികളെ ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇവർ കൈമാറുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് അവർ ഉയർത്തുന്നത്. അതാണ് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നത്. അവശനിലയിലായിട്ടും കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നുള്ള പരാതിയും ഈ കുട്ടികൾ ഉയർത്തുന്നുണ്ട്. പഠിച്ചു കൊടുക്കാം, ഇവിടെ വന്നിട്ട് ഇടിയും പിടിയും. എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ ക്ലാസ്സിലുള്ള 5 പേർക്ക് ഇതായി. പൊളിച്ചം പിടിച്ചാൽ മതി. ഏതോ സാബ്. ഞങ്ങ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെന്നാ പറഞ്ഞ, ഇവിടെ നിന്നതിന്റെ അല്ലാന്നാ പറഞ്ഞ. പുറത്ത് വെച്ച സ്നാക്സ് ഇല്ലേ, അത് കഴിച്ചേനാ പറഞ്ഞ. സ്നാക്സ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോ പറഞ്ഞ
ഭക്ഷണം കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷെ അന്നത്തെ ഒന്ന് മോര് കുടിച്ചപ്പോ പറ്റിയത്. കുഴപ്പമൊന്നുമില്ല. എവിടാ? വലിയ പ്രതിഷേധം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, വിദ്യാർത്ഥികളുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നൊക്കെ അവിടെ ഉയരുകയാണ്.